കോമള ആ പത്രത്തിൽ കണ്ട നാളെ കൂറിയിടുകയാണ്. ആ നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് നാളെ മുളം കൂറിയിടുകയാണ്. ആ നെന്മാറ വല്ലങ്ങി വേലയുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇരുദേശത്തും ഞായറാഴ്ച മുളംകൂറ നാട്ടും. നെന്മാറ വല്ലങ്ങി ദേശമന്നുകളിൽ പരമ്പരാഗത ചടങ്ങുകളുടെയാണ് കൂറിയിടുക. അയിനും പാടത്തു നിന്നും മുളകൾ കൊണ്ടുവന്ന് കുരുത്തോലയും മാവലിയും കൊണ്ട് അലങ്കരിച്ച് മേളത്തിന്റെയും മാർപ്പുവിളികളുടെയും അകമ്പടിയോടെയാണ് നെന്മാറ ദേശത്തിന്റെ മന്ദിരം വേട്ടക്കിഴമൻ ക്ഷേത്രത്തിലും കൂറിയിടുക. പടിവട്ടം വീട്ടിൽ നിന്ന് എത്തിച്ച മുള അലങ്കരിച്ചാണ് വല്ലങ്ങി ദേശക്കാർ മുളം കൂറിയിടുക. കൂറിയിടുന്നതോടെ നെന്മാറ ദേശത്ത് കണ്ണിയാറിന്റെ ഭാഗമായി കുമ്മാട്ടി നടക്കും. മനങ്ങോട്, കണിമംഗലം, വേട്ടക്കിഴമുകൻ, പുത്തന്തറ ഭാഗങ്ങളിൽ നിന്നും കുമ്മാട്ടികളെത്തി മന്നത്ത് സംഗമിച്ചാണ് വലിയ കുമ്മാട്ടി നടക്കുക. വല്ലങ്ങി ദേശത്ത് കണ്ണിയാറാണ് പ്രധാന പരിപാടി. നെന്മാറപ്പാടം, തെക്കേത്തറ, വടക്കേത്തറ ദേശങ്ങൾ 9 ദിവസം കണ്ണിയാറുകളിൽ നടത്തും. ഏപ്രിൽ 3-നാണ് നെന്മാറ വല്ലങ്ങി വേല. അസൽ വിളംബരം. ഭഗവതി എല്ലാവരും അനുഗ്രഹിക്കട്ടെ അല്ലേ? അല്ല, നമുക്ക് പോണം. നാളെ മുളം കൂറിയിടുകയാണ്. ഒരു 7 മണിയാവും തോന്നുന്നു വല്ലങ്ങില്. നെന്മാറിലും സുമാർ 7-7:30 മണിയാവും. നമുക്ക് കുടുംബസമേതം എല്ലാവർക്കും പോകണം. എന്താ പറയുക, വേല എന്നുള്ളത് വിളംബരമായിട്ട് നമ്മൾ ഈ പറഞ്ഞ 20 ദിവസം നമ്മൾക്ക് ഇരു ദേശത്തും നമ്മൾ കാണണം, പോയി പങ്കെടുക്കണം, ദൈവയുടെ അനുഗ്രഹം വാങ്ങണം, ദേശത്തുള്ള എല്ലാ കാരണവന്മാരെയും കാണണം. അതുപോലെ വേല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ജനങ്ങൾ എത്തിക്കണം. അതൊരു ചുമതലയാണ് മലബാരൻ ചാനലിലുള്ളത് അല്ലേ? അപ്പൊ ഇതാണ് വേല. പത്രത്തിൽ വന്നു കണ്ട വാർത്ത. പിന്നെയോ നിൽക്കത്തിനും പറയാനുണ്ട്. വേലയായിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? ഡ്രസ്സ് രണ്ടു ദിവസം കഴിയട്ടെ. 2 ദിവസം പറഞ്ഞിട്ട് കാര്യമില്ല, തിരക്കുണ്ടാവുമല്ലോ. അല്ല, ഡ്രസ്സ് 2 ദിവസം കൊണ്ട് കഴിയട്ടെ. നാളെ കൂറിയിട്ട് പിന്നെ തിരക്ക് വന്നാലേ അപ്പൊ എന്ത് ചെയ്യണം? ചെറിയ കുട്ടികൾ ഇങ്ങോട്ട് പോകേണ്ടതല്ലേ? പാലക്കാട് പോവല്ലേ? പാലക്കാട് കുഞ്ഞു പാലക്കാട് പോവേ? നെന്മാറയിൽ നിർത്താൻ മതി. നെന്മാറിയില്ല? അല്ല, നെന്മാറ കാര്യം ചെയ്യണം. എന്താ അറിയോ, ഈ വേലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നെന്മാറ വല്ലങ്ങി 2 ദേശങ്ങളിലും കച്ചവടക്കാർ ധാരാളം ഉണ്ട്, കടക്കാര്. നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് അവര് തുണികൾ കൊണ്ടുവയ്ക്കുക. നമ്മള് പാലക്കാടോ തൃശ്ശൂരോ കോയമ്പത്തൂരോ പോയി തുണി എടുത്തു കഴിഞ്ഞാൽ പാവങ്ങളെ കച്ചവടക്കാരൻ ചെയ്യും. ഒന്ന് അത് കൂടാതെ പ്ലാറ്റ്ഫോമിൽ എത്ര മറ്റേ കടകള് തുണി വിട്ടിട്ട് കുട്ടികൾക്കുള്ള പ്ലാറ്റ്ഫോം വിരിച്ചിട്ടില്ലേ, അവിടുത്തെ കച്ചവടം കിട്ടണ്ടേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോവാ അല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിലും മതി, രാവിലെ പോയാലും മതി. അല്ല, സൗകര്യം പോലെ. അപ്പൊ കുട്ടികൾക്കൊക്കെ എടുക്കാം അല്ലെ? പിന്നെ ഇവർക്കോ? അവർക്കും വേണം. അവർക്കും അറിഞ്ഞ ചേർത്ത് എന്തെങ്കിലും എടുക്കുക വേലയായിട്ടില്ലേ? അതായത് നെന്മാറ വല്ലങ്ങി വേല പറഞ്ഞല്ലേ, മതസൗഹാർദ്ദത്തിന്റെ വേലയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവരും ഒരുമിച്ച് മതസൗഹാർദ്ദത്തിന്റെ വേല തന്നെയാണ്. ഓണം എന്ന് പറയുമ്പോൾ ഹിന്ദു മാത്രം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം, അതിന് മറ്റുള്ള ഇതര മതസ്ഥരും കൂടും. പക്ഷെ നെന്മാറ വേല സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും ബന്ധുമിത്രാദികൾ എല്ലാ വീട്ടുകളിലും ഉണ്ടാവും. എല്ലാവർക്കും തുണിയെടുക്കും. ആ വേലപ്പറമ്പിൽ ജാതി മതം ഇല്ലാതെ സർവരും തിങ്ങി നിറയുന്ന ഒരു അന്തരീക്ഷമാണ് ആ ഭഗവതിയുടെ കാവുകളില്. നെന്മാറ നെല്ലിക്കുണന്റെ കാവിലും വല്ലങ്ങി ദേശത്തിന്റെയും നെന്മാറ ദേശത്തിന്റെയും വേല ലോകം മുഴുവൻ അറിയാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവർക്കൊക്കെ തുണിയെടുക്കണം. ഉണ്ണിക്കെന്താ എടുക്കേണ്ടത്? പാന്റോ ബനിയനോ? ചെറിയ ഉണ്ണിക്കോ? വെള്ള പാന്റും വെള്ള ബനിയനും. നമ്മള് കുട്ടികൾ മറ്റേ എന്താ പറയുക, തുണി എടുക്കാൻ എല്ലാ വർഷവും എടുക്കാറുണ്ട് ഇല്ലേ? ഇതുപോലെ തന്നെ നെന്മാറ വല്ലങ്ങി തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ മേലാറോഡ്, എലവഞ്ചേരി, പല്ലശ്ശേന, നെല്ലിയമ്പതി ഈ പഞ്ചായത്തുകളിലെല്ലാം നെന്മാറ വേല പ്രാധാന്യമാണ്. അപ്പൊ നമ്മൾക്ക് തുണി എടുക്കാൻ ഉച്ച കഴിഞ്ഞിട്ട് പോകാം. ചെറിയ ഉണ്ണിക്കോ? ചെറിയ ഉണ്ണിക്ക് അച്ഛോ പോയില്ലേ? അപ്പൊ ചെറിയ ഉണ്ണിക്ക് നമുക്ക് എടുക്കാം അല്ലേ? പാലക്കാടും തൃശ്ശൂരൊന്നും പോണ്ട. പാലക്കാടും പോണ്ട, തൃശ്ശൂർ നെന്മാറ എടുക്കാം അല്ലേ? എത്ര പാവങ്ങളാണ് ഇവിടെ കാടിയിട്ടിരിക്കുന്നത്. ഈ ആൾക്ക് കൊടുക്കണം. ഉണ്ണിക്ക് തുണി എടുക്കണം. ഉടുപ്പ് എന്താ പറയാ, ഒരു ഡ്രസ്സെങ്കിലും എടുക്കാത്തൊരു വീടുണ്ടാവില്ല. എത്ര കഷ്ടപ്പെട്ടാലും വേല ഫണ്ട് കുറി ഒക്കെ വെച്ച് ആൾക്കാർ വേലയാകുമ്പോ പണം സമാഹരിക്കുകയാണ് പെണ്ണുങ്ങൾ ഇല്ലേ? എന്നിട്ട് ആ പൈസ കൊണ്ടുപോയിട്ടാണ് മക്കൾക്ക് തുണി എടുക്കുന്നത്. അത് ഇന്നും നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടില്, ഇന്നും നിലനിർത്തി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൊണ്ട് പോകാം. നിങ്ങളും തുണിയെടുക്കാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം. ചെറിയ വരുമാനമുള്ളവർ ഒരു 100 രൂപന്റെ തുണി എടുക്കാത്തവരുണ്ടാവില്ല. വേലയല്ലേ, നമ്മൾക്ക് വേല ആഘോഷിക്കാം. നന്ദി, നമസ്കാരം. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം രക്കപ്പെട്ട സ്വാമി, എന്റെ സഹധർമ്മിണി ശ്രീമതി കോമളം, എന്റെ കുടുംബത്തിലുള്ള മക്കളും. നന്ദി.